ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കണ്ടു കഴിഞ്ഞു. എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമ. ഡയറക്ടേഴ്സ് മിഥുൻ മാനുവൽ തോമസ്. ഞാൻ ഒരുപാട് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ക്രൈം ത്രില്ലർ സിനിമ കാണുമ്പോൾ ഞാൻ പറയും അഞ്ചാം പാതിര എന്ന് എപ്പോഴും പറയും. പക്ഷേ ഈ പടം ഞാൻ അഞ്ചാം പാതിര കമ്പയർ ചെയ്തില്ല. ബിക്കോസ് മിഥുൻ മാനുവൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് അഞ്ചാം പാതിര ഒരിക്കലും കമ്പയർ ചെയ്യരുത്, ഇതൊരു വേറൊരു ജേണറാണ്, ഒരു ഡ്രാമ ആയിരിക്കും എന്നുള്ള ഓൾറെഡി നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു മിഥുൻ മാനുവൽ. സോ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പടം ഒരു ആവറേജ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ആവറേജ് പടം. ജയറാമിന് ഇതിലും എനിക്ക് വലിയ ബ്രേക്ക് തോന്നിയില്ല. ഇത് റിട്ടേൺ ബൈ രൺധീർ കൃഷ്ണൻ. സ്റ്റോറി ബേസ് നോക്കുവാണെങ്കിൽ പടം ഒരു ആവറേജ് സ്റ്റോറി, എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫ് പിന്നെയും ബെറ്റർ ആയിരുന്നു, സത്യം പറഞ്ഞാൽ ഫാർ ബെറ്റർ ആയിരുന്നു ഫസ്റ്റ് ഹാഫും. സെക്കൻഡ് ഹാഫിലും ആകപ്പാടെ കൊണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ. എൻ്റെ മോനെ, അത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അന്യായ സാധനം വരുന്നത്. കൈ അടിച്ച ആ ഒറ്റ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മമ്മൂട്ടിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു രക്ഷയില്ല, എടുത്തു പറയണം. മമ്മൂട്ടിയുടെ ആ ഒരു പ്രസൻസ് വന്നപ്പോൾ ഒരു രക്ഷയില്ല, മാരക സാധനം വരുന്നത്. പിന്നെ ഇതിലത്തെ ഏറ്റവും വലിയ ഡിഫോൾട്ട് വെച്ചാൽ ഡയലോഗ്സ് ആണ്. അയ്യോ, പ്രത്യേകിച്ച് ജയറാമിൻ്റെ ഒക്കെ ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ ജയറാം എന്തൊക്കെയോ പിച്ചിമ്പയും പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സെന്തിൽ കൃഷ്ണന്റെ ഡയലോഗ് ഡെലിവറി എടുത്ത് പറയണം. അത് ആക്ച്വലി സെന്തിൽ കുമാറിന് പറ്റിയ ഒരു ഡയലോഗ് ഡെലിവറി അല്ല അത് കൊടുത്തിരിക്കുന്നതും പറയുന്നതൊക്കെ ഒരു 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 യോജിപ്പ് വരുന്നില്ല, നമുക്കൊരു തൃപ്തി വരുന്നില്ല. അങ്ങനെയാണ് ഡയലോഗ് പോർഷൻ മൊത്തം. പ്രത്യേകിച്ച് ഞാൻ സെന്തിലിന് എടുത്തു പറയാനുള്ള കാരണം, സെന്തിൽ കുറെ ഡയലോഗ്സ്, കുറെ ഇംഗ്ലീഷ് ഡയലോഗ്സ് പറയും, അതൊന്നും ഒരു സൂട്ട് ആവുന്നില്ല, ഇതിന് ആ ഒരു മാച്ചിങ് വരുന്നില്ല. അപ്പോൾ അതാണ് ആ ഡയലോഗ് ഡെലിവറിക്ക് പറ്റിയ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അർജുന അശോക് ഉണ്ട്, ഷൈജു കുറുപ്പുണ്ട്. ഷൈജു കുറുപ്പൊക്കെ ആണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വൻ വധമായിട്ട് തോന്നി ഷൈജു കുറുപ്പിൻ്റെ ഒക്കെ ആ ഒരു പ്രൊസസ്സൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അർജുന അശോകിന്റെ പിന്നെയും വേണ്ടൂലെന്ന് പറയാം സത്യം പറഞ്ഞ. പിന്നെ അനശ്വര വാസ് ഓക്കെ, ഗുഡ്, ഫൈൻ. അനശ്വര പിന്നെയും കുഴപ്പമില്ല. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അനൂപ് മേനോനുണ്ട്, ദിലീഷ് പോത്തനുണ്ട്. അനൂപ് മേനോന്റെ ക്യാരക്ടറും കുഴപ്പമില്ല. ജഗദീഷിന്റെ റോള് അടിപൊളിയായിരുന്നു, എടുത്തു പറയണം. ജഗദീഷ് ചേട്ടൻ അത് കിടിലമായിട്ട് തന്നെ ജഗദീഷ് ചേട്ടൻ ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ, അത് ഞാൻ എടുത്തു പറയും. പിന്നെ ജയറാമിൻ്റെ റോളായാലും ജയറാം ഏട്ടൻ, ഞാൻ ഒരുപാട് പ്രതീക്ഷ പുള്ളിക്കാരൻ ഇതൊരു ബ്രേക്ക് ആയിരിക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചാണ് ഈ പടം പോയി കണ്ടത്. പക്ഷേ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഒരു ബ്രേക്ക് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് ആയിരുന്നു പെർഫോമൻസ് ഒക്കെ. ജയറാം ഏട്ടൻ അത് പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു എഫക്റ്റ് വന്നില്ല. ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒന്നും ഗുമ്മ് വന്നിട്ടില്ല. ഡയലോഗൊക്കെ കുറേ ശോകം പോലെ ആയിപ്പോ സത്യം പറഞ്ഞാൽ. എന്തായാലും നമുക്ക് നോക്കാം. പക്ഷെ മിഥുൻ മാനുവലിന്റെ ഞാൻ ആലോചിക്കണം, മിഥുൻ മാനുവൽ ആ ഫീനിക്സ് മിഥുൻ മാനുവൽ എടുത്ത് ചെയ്തിരുന്നെങ്കിൽ അത് ബെറ്റർ ആയിരുന്നു, അത് വേറെ ലെവലിൽ വന്നിന്. പിന്നെ ഗരുഡൻ, അതൊക്കെ എന്ത് നല്ല പടമായിരുന്നു. ഇപ്പം ഗരുഡനും ഓസ്ലറും വെച്ച് നോക്കണമെങ്കിൽ ഞാൻ ഗരുഡനെ സപ്പോർട്ട് ചെയ്തു. കാരണം ഗരുഡൻ ഇച്ചിരി കൂടെ ത്രില്ലിങ്, എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷേ ഇതിൽ ഒരു എൻഗേജ് വന്നില്ല നമുക്ക്. കാരണം ഈ ഓസ്ലറിന്റെ ഫ്ലാഷ് ബാക്ക് ഞാൻ വിചാരിച്ചു, കാരണം ഫ്ലാഷ് ബാക്ക് നല്ല മമ്മൂട്ടിയൊക്കെ വന്നു, ഫ്ലാഷ് ബാക്ക് വേറെ ലെവലൊക്കെ ആയിരിക്കും വിചാരിച്ചു. ഇതാ നടക്കുന്നത്. ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ കുറേ ഒരു ഇമോഷണൽസ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. കഥ പറഞ്ഞു കഴിയുമ്പോൾ അപ്പുറത്തെ പോലീസുകാരൊക്കെ ഇങ്ങനെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം പറഞ്ഞ് വിഷമിച്ചിരിക്കും. നമ്മളാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, എന്തൊരു കഥയെന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ ആയിപ്പോൾ സത്യം പറഞ്ഞാൽ. പക്ഷേ ഒരു ആവറേജ് ഞാൻ കൊടുക്കും. എനിക്ക് അങ്ങനെ ഒരു എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് പടം അങ്ങനെ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ. പക്ഷെ മിഥുൻ മാനുവൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. മേ ബി അടുത്ത പടമെങ്കിലും ആറാം പാതിരെ അങ്ങനെ ഒരു പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതൊരു ടേണിങ് ആയിരിക്കും മിഥുൻ മാനുവലിൻ്റെ, ഐ എം ഷുവർ. പിന്നെ എടുത്ത് പറയണം, മ്യൂസിക് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് പറയാൻ വന്നത്, ഐ എം സോറി വിട്ടുപോയി. മ്യൂസിക് എടുത്ത് പറയണം, നല്ല ഗംഭീര BGM സ്കോർ ആയിരുന്നു. പാട്ടൊന്നുമില്ല, BGM സ്കോർ വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. കിഡിലും BGM സ്കോർ ആയിരുന്നു. മമ്മൂട്ടിക്ക് കൊടുത്ത BGM സ്കോറും എല്ലാം അടിപൊളി BGM സ്കോർ ആയിരുന്നു. മിഥുൻ മണികണ്ഠനാണ്, അല്ല മിഥുൻ മുകുന്ദൻ ആണെന്ന് തോന്നുന്നു. മിഥുൻ മുകുന്ദനാണ് ഇതിലത്തെ മ്യൂസിക് ഡയറക്ടർ. ഇറ്റ് വാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അടിപൊളിയായിരുന്നു BGM സ്കോർ. പിന്നെ വേറെ ഒന്നും പറയാനില്ല, ഒരു ആവറേജ് പടം, വേറെ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ ഹിസ് നെക്സ്റ്റ് മൂവി. നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ.